മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീരിയലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സീരിയലുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ വാനമ്പാടിയും ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രമേയത്തിലും ആഖ്യാനത്തിലുമെല്ലാം വ്യത്യസ്തതയുമായാണ് ഏഷ്യാനെറ്റിൽ വാനമ്പാടി എത്തിയത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സംഗീത പശ്ചാത്തലത്തിലൂടെയാണ് പരമ്പര മുന്നേറിയത്. മോഹൻ എന്ന ഗായകൻ്റെയും മകൾ അനുവിൻ്റെയും ജീവിതകഥയുമായി മുന്നേറിയ സീരിയൽ ഉദ്വേഗഭരിതമായ മുഹൂർത്തങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. നിരവധി പ്രിയപ്പെട്ട താരങ്ങളെയും പരമ്പര സമ്മാനിച്ചിരുന്നു. വാനമ്പാടിയിലൂടെ നിരവധി പുത്തൻ താരങ്ങളെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ലഭിച്ചത്. എന്നാൽ ആദ്യത്തെ മിനി സ്ക്രീൻ അനുഭവമായിരുന്നിട്ടും അതിൻ്റെ യാതൊരു പ്രകടനക്കുറവും അവരുടെ അഭിനയത്തിൽ ഉണ്ടായില്ല എന്നതാണ് പരമ്പരയെ ഏറ്റവും കൂടുതൽ മികച്ചതാക്കി മാറ്റിയത്. നായികയായി എത്തിയ നടി സുചിത്രയും നായകനായി വേഷമിട്ട സായി കിരണും, ചന്ദ്രകുമാറായി എത്തിയ ബാലു മേനോനും, അമ്മായിയമ്മയായി എത്തിയ പ്രിയ മേനോനുമൊക്കെ പുതിയ താരങ്ങളായിരുന്നു. സീമാജി നായരെയും മോഹൻ ഐരൂരിനെയും ഉമാ നായരെയും പോലുള്ള പരിചയസമ്പന്നരായ മറ്റു താരങ്ങളായിരുന്നു അവർക്ക് പ്രചോദനമായി ഒപ്പം നിന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന നടിയായിരുന്നു ഇന്ദിര തമ്പി, സീരിയലിലെ നായകനായ മോഹൻ്റെയും ചേട്ടൻ ബാലു മേനോൻ്റെയും അമ്മ. ദേവകിയമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്ദിര തമ്പി മനസ്സുകൊണ്ടും ഭംഗി കൊണ്ടും ഐശ്വര്യമുള്ള അമ്മയായി മിനി സ്ക്രീനിൽ തിളങ്ങിയിരുന്നു. നടിയുടെ യഥാർത്ഥ പേര് ആരാധകർക്ക് അറിയില്ലെങ്കിലും ഇന്നും വാനമ്പാടിയിലെ ദേവകിയമ്മയെ ആരും മറന്നിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമകളിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന ഇന്ദിര തമ്പി അശ്വമേധം, മുൾക്കിരീടം, മനസ്വിനി തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. തുടർന്ന് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സീരിയലുകളിലൂടെയാണ് നടി വീണ്ടും രംഗപ്രവേശം നടത്തിയത്. അതിനു കാരണമായത് നടി ചിപ്പിയുമായിരുന്നു. പതിവ് മിനി സ്ക്രീൻ മുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അമ്മ മുഖത്തെ തേടിപ്പോയപ്പോഴാണ് നടി ചിപ്പിയും ഭർത്താവും ഇന്ദിര തമ്പിയിലേക്ക് എത്തിയത്. നല്ല കഥാപാത്രമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രായാധിക്യത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും മാറ്റിവെച്ചാണ് ഇന്ദിര തമ്പി വാനമ്പാടിയിലേക്ക് എത്തിയത്. തുടർന്ന് പരമ്പര മികച്ച അഭിപ്രായം നേടിയതോടെ നടിയുടെ കരിയറിൽ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ വലിയ പ്രശസ്തിയാണ് പിന്നീട് തേടിയെത്തിയത്. എന്നാൽ അതിനുശേഷം നടി മറ്റു പരമ്പരകളിലൊന്നും തന്നെ അഭിനയിക്കുകയോ സിനിമകളിലേക്ക് പ്രവേശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. നടി ഇപ്പോൾ എവിടെയാണെന്ന് സംബന്ധിച്ചും വിവരങ്ങളില്ല. എങ്കിലും വാനമ്പാടിയെയും അതിൽ അഭിനയിച്ച താരങ്ങളെയും ഇന്നും ആരാധകർ മറന്നിട്ടില്ല. ഹോട്ട്സ്റ്റാർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇന്നും ഒട്ടേറെ ആളുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന പരമ്പരകളിൽ ഒന്നാണ് വാനമ്പാടി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.